ചെയ്യും. മത്തായി 27-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: ആരവാരം വർദ്ധിക്കുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്ന് പീലാത്തോസ് കണ്ടവർക്ക് വെള്ളമെടുത്ത് പുരുഷാരം കാണിക്കെ കൈ കഴുകി, ഈ നീതിമാന്റെ മേൽ എനിക്ക് കുറ്റമില്ല എന്ന് പറഞ്ഞു. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനമൊക്കെയും ഉത്തരം പറഞ്ഞു. അങ്ങനെ അവൻ ബറബ്ബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു. യേശുവിനെ ചമ്മട്ടി കൊണ്ടടിച്ച് ക്രൂശിക്കേണ്ടതിന് ഏൽപ്പിച്ചു. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിന്റെ ഈ ക്രൂശീകരണത്തെ ഓർമ്മിപ്പിക്കുന്ന ഈ ദിനത്തിൽ യേശു കർത്താവ് നമുക്ക് വേണ്ടി എന്തിനാണ് മരിച്ചത്? നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. നമ്മുടെ പാപങ്ങളെ പരിഹരിക്കുവാൻ വേണ്ടിയിട്ടാണ്, നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് യേശു കർത്താവ് 33 തിരുവയസ്സിൽ കാൽവറി ക്രൂശിൽ തൻ്റെ അവസാന തുള്ളി രക്തം വരെയും ഊറ്റിത്തന്ന് നമുക്ക് വേണ്ടി മരിച്ചത്. അങ്ങനെ യേശു കർത്താവ് നമുക്ക് വേണ്ടിയാണ് മരിച്ചത് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ നാം ഓരോരുത്തരും രക്ഷിക്കപ്പെടുവാൻ ഇടയായിത്തീരും. ഈ രക്ഷാനുഭവം പ്രാപിക്കുവാൻ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭ കൈലാടി പഴുതു കാട്ടി അവൻ മേഘാരൂഢനായി മാറി. കൈലാടി പഴുതു കാട്ടി അവൻ മേഘാരൂഢനായി മാറി. ആ കുഞ്ഞാടെ നിന്നിൽ ഞാൻ കാണുന്നെന്തപ്പായി, കാണുന്നെന്തപ്പായി. ആ കുഞ്ഞാടെ നിന്നിൽ ഞാൻ കാണുന്നെന്തപ്പായി, കാണുന്നെന്തപ്പായി. കല്ലറി കുന്നിന്മേൽ നിൻ പേർക്കായി ചിന്തി നീ കുഞ്ഞാടെ നിന്നിൽ ഞാൻ കാണുന്നെന്തപ്പായി.